ഹായ് എവരിവൺ, നമുക്കിന്ന് ബിൽഡിംഗ് ബൈലോയ്ക്കകത്ത് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇൻ എ പ്ലോട്ട് ഓഫ് ആൻ ഏരിയ 500 square meter, the permissible covered area is option A 40% of site area, option B 50% of site area, option C 60% of site area, option D 33% of site area. ഓക്കെ, നമ്മൾ ഇതിനകത്തൊരു ടേബിൾ ആണ് പഠിക്കുന്നത്. ഇവിടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി 50% ഓഫ് സൈറ്റ് ഏരിയ ആണ്. ഇതിനകത്ത് ഓരോ ടൈപ്പ് പ്ലോട്ടുകളും അതിലെ ഏരിയ എത്രയാണ് വരുന്നതെന്നും പെർമിസിബിൾ കവേർഡ് ഏരിയയെ പറ്റി പഠിക്കുന്നുണ്ട്. ഗ്രൂപ്പ് എ ആണ് മോർ ദാൻ 1000 മീറ്റർ സ്ക്വയർ ഏരിയ വരുന്നത്. അവിടെ കവേർഡ് ഏരിയ 33% ഓഫ് സൈറ്റ് ഏരിയ ആണ്. ടൈപ്പ് ബി പ്ലോട്ട് ആവുമ്പോൾ ഏരിയ ഓഫ് പ്ലോട്ട് 501 to 1000 വരെയാണ്. അവിടെ പെർമിസിബിൾ കവേർഡ് ഏരിയ 40% ഓഫ് സൈറ്റ് ഏരിയ ആണ് വരുന്നത്. സി ആവുമ്പോൾ 201 to 500 മീറ്റർ സ്ക്വയർ ആണ് പ്ലോട്ട് ഏരിയ വരുന്നത്. അവിടെ 50% ഓഫ് സൈറ്റ് ഏരിയ ആണ് പെർമിസിബിൾ കവേർഡ് ഏരിയ ആയിട്ട് വരുന്നത്. ഇനി ടൈപ്പ് ഡി പ്ലോട്ട് ആവുമ്പോൾ അവിടെ ഏരിയ വന്നിട്ട് അപ് ടു 200 മീറ്റർ സ്ക്വയർ ആണ്. അവിടെ പെർമിസിബിൾ കവേർഡ് ഏരിയ 60% ഓഫ് സൈറ്റ് ഏരിയ ആണ് വരുന്നത്. ഈ ടേബിള് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം.